ഇന്ന് ഏപ്രിൽ 10. ഇന്ന് രാത്രിയും നാളെയുമായിട്ട് ഒരുപാട് OTT റിലീസുകളുണ്ട്. ഈ ആദ്യത്തെ OTT റിലീസുകളടക്കം പുതിയ OTT അപ്ഡേറ്റുകളുമെല്ലാമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ് ഒക്കെ ചേർന്ന് അഭിനയിച്ച ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായം നേടിയ ഇൻവെസ്റ്റിഗേഷൻ ഡാർക്ക് കോമഡി മലയാളം ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ്. സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ സോണി ലിവിലൂടെ ഇന്ന് വൈകിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പൈങ്കിളി എന്ന എബോ ആവറേജ് അഭിപ്രായം നേടിയ, തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ റൊമാൻറ്റിക് കോമഡി മലയാളം ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ 11 സിംപ്ലി സൗത്ത് മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം ഫാമിലി ചിത്രമാണ് ദാസേട്ടന്റെ സൈക്കിൾ. ചിത്രം മനോരമ മാക്സിലൂടെ ഏപ്രിൽ 13 OTT റിലീസ് ചെയ്യുന്നതാണ്. റിയോ രാജ് നായകനായ, ഈ വർഷം തിയേറ്ററിലേക്ക് എത്തി മിക്സഡ് അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പോയ റൊമാൻറ്റിക് തമിഴ് ചിത്രമാണ് സീറ്റ് ഹെർട്ട്. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ 11 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. വൈഭവ് റെഡ്ഡി നായകനാകുന്ന ആവറേജ് മിക്സഡ് അഭിപ്രായം നേടിയ കോമഡി തമിഴ് ചിത്രമാണ് പെരുസ്. സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 11 ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. മികച്ച അഭിപ്രായം നേടി വിജയിച്ച കോർട്ട് സ്റ്റേറ്റ് vs എ നോബഡി എന്ന ലീഗൽ ഡ്രാമ തെലുങ്ക് ചിത്രവും നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ 11 മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ആകുന്നതാണ്. അടുത്തത് അമേരിക്കൻ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് G20. സിനിമ ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ആയിട്ടുണ്ട്. ജീവ നായകനാകുന്ന 2011 റിലീസ് ചെയ്ത സിംഹപുലി എന്ന തമിഴ് ആക്ഷൻ ഡ്രാമ ചിത്രം ഇപ്പം ശ്രീ ശരവണ ഫിലിംസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ മലയാളത്തിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. ചോരി എന്ന ഹിന്ദി ഹൊറർ ചിത്രത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ 11 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്യും. ഹിന്ദി ഭാഷയ്ക്ക് പുറമെ കൂടുതൽ ഭാഷകളിൽ ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷത്തെ നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമാണ് ചാവ. 800 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബാസ്റ്റർ വിജയമായ ഈ ഹിന്ദി ആക്ഷൻ ഹിസ്റ്റോറിക് ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 11 OTT റിലീസ് ചെയ്യുന്നതാണ്. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ചാവ ചിത്രം ഹിന്ദി ഭാഷയ്ക്ക് പുറമെ കൂടുതൽ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദ ലാസ്റ്റ് ഓഫ് അസ് എന്ന അമേരിക്കൻ സോംബി സർവൈവൽ അഡ്വഞ്ചർ സീരീസിന്റെ പുതിയ രണ്ടാമത്തെ സീസൺ ഏപ്രിൽ 14 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തു തുടങ്ങുന്നതാണ്. 14 ഡേയ്സ് ഗേൾ ഫ്രണ്ട് ഇൻഡിലോ എന്ന തെലുങ്ക് റൊമാൻറ്റിക് കോമഡി ചിത്രത്തിന്റെ തമിഴ്, ഹിന്ദി, കന്നഡ പതിപ്പ് ഇപ്പം ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആയിട്ടുണ്ട്. അടുത്തത് ഒരു വർഷം മുന്നേ റിലീസ് ചെയ്ത തമിഴ് സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് വെബ്. സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ 11 ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ബതവ എന്ന ആക്ഷൻ കോമഡി തമിഴ് ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ 11 സിംപ്ലി സൗത്തിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഒത്ത വോട്ട് മുത്തയ്യ എന്ന തമിഴ് പൊളിറ്റിക്കൽ കോമഡി ചിത്രം നാളെ ഏപ്രിൽ 11 ടെന്റ് കോട്ടയിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. GV പ്രകാശ് നായകനായ വിജയിക്കാൻ സാധിക്കാതെ പോയ മിക്സഡ് അഭിപ്രായം നേടിയ കിങ്സ്റ്റൺ എന്ന ഹൊറർ ഫാന്റസി തമിഴ് ചിത്രം ഏപ്രിൽ 13 ഉച്ചക്ക് 12 മണിയോടെ Z5ലൂടെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. ഇൻ ദ ലോസ്റ്റ് ലാൻഡ്സ് എന്ന ഹോളിവുഡ് ഫാന്റസി സിനിമയും നൊവോക്കെയിൻ എന്ന ഹോളിവുഡ് ആക്ഷൻ കോമഡി ത്രില്ലർ സിനിമയും ഇപ്പം ആമസോൺ പ്രൈമിലൂടെ വിദേശത്ത് ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. ക്യാമ്പസ് ബീറ്റ്സ് എന്ന മ്യൂസിക് റൊമാൻസ് ഹിന്ദി സീരീസിന്റെ 5ാമത്തെ സീസൺ ഇന്ന് ആമസോൺ MS പ്ലെയറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് മിറർ എന്ന ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ സീരീസിന്റെ പുതിയ 7ാമത്തെ സീസന്റെ എല്ലാ 6 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ആയിട്ടുണ്ട്. പ്രജ്വൽ ദേവരാജ് നായകനാകുന്ന കന്നഡ ഹൊറർ മിസ്റ്ററി ചിത്രമാണ് രാക്ഷസ. സിനിമ നാളെ ഏപ്രിൽ 11 സൺ NXറ്റിലൂടെ തെലുങ്ക്, കന്നഡ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. ഷൺമുഖ എന്നൊരു തെലുങ്ക് ക്രൈം ത്രില്ലർ ചിത്രം ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഏപ്രിൽ 11 ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ആകുന്നതാണ്. ഹൊറർ മിസ്റ്ററി തെലുങ്ക് ചിത്രമാണ് ഇൻറ്റി നമ്പർ 13. ചിത്രം ഇപ്പം ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പൊളിറ്റിക്കൽ ആക്ഷൻ റൊമാൻറ്റിക് തെലുങ്ക് ചിത്രമാണ് രജനികം. ഈ സിനിമ ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ ഇന്ന് തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. ടക് ടക് എന്നൊരു തെലുങ്ക് ചിത്രം ഇന്ന് ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്.
അടുത്തത് പോസിറ്റീവ് അഭിപ്രായം നേടിയ മലയാളം ആക്ഷൻ ചിത്രമാണ് ദാവീദ്. ZEE5ലൂടെയുള്ള ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ഏപ്രിൽ 11 നിന്നും ഏപ്രിൽ 18 നീട്ടിവച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിനിമ ഇനി അടുത്ത ആഴ്ച ഏപ്രിൽ 18 ആയിരിക്കും ZEE5ലൂടെ മലയാളത്തിൽ OTT റിലീസ് ചെയ്യുക. അവസാനത്തെ അപ്ഡേറ്റ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത പല വിവാദങ്ങളും മിക്സഡ് അഭിപ്രായങ്ങളും നേടിയ പൊളിറ്റിക്കൽ ആക്ഷൻ മാസ് മലയാളം ചിത്രമാണ് എമ്പുരാൻ. ലൂസിഫർ ചിത്രത്തിന്റെ രണ്ടാമത്തെ ഭാഗമായ 260 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ, നിലവിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാളം സിനിമ എന്ന റെക്കോർഡുള്ള ഈ സിനിമ മൾട്ടിപ്ലക്സ് നിർദ്ദേശപ്രകാരം തിയേറ്റർ റിലീസിന് ശേഷം 8 ആഴ്ചകൾക്ക് ശേഷമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ മെയ് മാസം അവസാനത്തോട് കൂടിയിട്ടായിരിക്കും ചിത്രം OTT റിലീസിന് എത്തുന്നത്. എന്നാൽ സിനിമയുടെ OTT പ്ലാറ്റ്ഫോം ഏതാണെന്ന വ്യക്തമായ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നിലവിൽ പുറത്തു വരുന്ന റൂമേഴ്സ് അല്ലെങ്കിൽ അൺഒഫീഷ്യൽ റിപ്പോർട്ട് പ്രകാരം ചിത്രത്തിന്റെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നാണ്. റിപ്പോർട്ട് ശരിവെക്കുന്ന രീതിയിൽ ജിയോ ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ OTT അവകാശം സ്വന്തമാക്കുകയാണെങ്കിൽ മെയ് മാസം അവസാനത്തോടെ എമ്പുരാൻ ചിത്രം പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യും.